നമസ്കാരം. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിന് ഇന്ത്യയിൽ തിരിച്ചു വരുവാനുള്ള ജീവൻ മരണ പോരാട്ടമാണെങ്കിൽ ബംഗാളിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ബംഗാൾ പിടിച്ചടക്കാൻ BJPയും, മേൽക്കോയ്മ നിലനിർത്തുവാൻ മമതയും, തിരിച്ചുവരവിനായി CPMഉം ഇടതു പാർട്ടികളും ഒരുപോലെ ശ്രമിക്കുന്ന ഇലക്ഷനാണ് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നത്. ബംഗാളിൽ കോൺഗ്രസിനെ പുറത്താക്കി CPM അധികാരത്തിലെത്തുകയും 30 വർഷക്കാലം ഭരണം നടത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് CPMനെ പുറത്താക്കി തൃണമൂൽ ഭരണം പിടിച്ചെടുക്കുകയും കഴിഞ്ഞ 13 വർഷമായി ഭരണം നടത്തി വരികയുമാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോടുകൂടി BJP ബംഗാളിൽ കാലുകുത്തുകയും വലിയ വിജയം നേടുകയും ചെയ്തു. അത് കഴിഞ്ഞു വന്ന 2021 നിയമസഭാ ഇലക്ഷനിൽ BJP ഭരണം പിടിക്കാൻ ചെയ്യാവുന്നതെല്ലാം പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മമത എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വലിയ തിരിച്ചുവരവാണ് നടത്തിയത്. അവിടെയും നഷ്ടം സംഭവിച്ചത് CPMനും ഇടതു പാർട്ടികൾക്കുമാണ്. ഒരു സീറ്റ് പോലും ഇടതു പാർട്ടികൾക്കോ CPMനോ നേടാനായില്ലെന്നുള്ളത് കഷ്ടം തന്നെയാണ്. എന്നാൽ പിന്നീട് നടന്ന ഉപതിരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും BJP പുറകോട്ടു പോകുന്ന കാഴ്ചയും മമത നിയമസഭയിലെ ആധിപത്യം നിലനിർത്തുന്നതും നാം കണ്ടു. എന്നാൽ BJPയുടെ തകർച്ച ഗുണമായത് CPMനാണ്. BJPക്ക് നഷ്ടമായ വോട്ടുകൾ ഒന്നാകെ കിട്ടിയത് CPMനാണ്. ഇപ്പോൾ അവസാനഘട്ട വോട്ടെടുപ്പിലേക്ക് അടുക്കുമ്പോൾ തൃണമൂലിനും ആദ്യഘട്ടത്തിലെ സ്ഥിരത കാഴ്ചവെക്കാനാവുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തൃണമൂലിനുള്ളിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നു. ഒരുപക്ഷെ ഈ ഇലക്ഷനോടുകൂടി തൃണമൂലിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാനും ഒരു പിളർപ്പിനും സാധ്യതയുണ്ടെന്നും ചിലർ പറയുന്നു. ഇത് സത്യമാണെങ്കിൽ BJPയിൽ നിന്നും തിരികെ CPMലെത്തിയ വോട്ടുകൾക്കൊപ്പം തൃണമൂലിൽ അസംതൃപ്തരായവർ, പ്രത്യേകിച്ച് പഴയ ഇടതുപക്ഷക്കാർ CPMലേക്ക് തിരികെ എത്താനും സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. ഇങ്ങനെ വന്നാൽ പ്രതീക്ഷിക്കാത്ത വിജയം അല്ലെങ്കിൽ വോട്ട് വിഹിതമാവും CPMന് ബംഗാളിൽ ലഭിക്കുക. ദേശീയ പദവി നിലനിർത്താൻ സീറ്റുകൾ അല്ലെങ്കിൽ വോട്ട് വിഹിതം ഉയർത്തുവാൻ CPM അഹോരാത്രം പണിയെടുക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് പ്രചരണങ്ങളിൽ കാണുന്ന ആൾക്കൂട്ടം. എന്തായാലും ഈ ലോക്സഭാ മത്സരം ബംഗാളിൽ പ്രവചനാതീതമാണെന്ന കാര്യത്തിൽ സംശയമില്ല. BJPയിൽ നിന്നും CPMലേക്ക് എത്തിയ വോട്ടുകളും അതോടൊപ്പം തന്നെ മമതയുടെ തൃണമൂലിനുള്ളിലെ അസംതൃപ്തർ തിരികെ CPMലേക്കോ ഇടതുപക്ഷ പാർട്ടികളിലേക്കോ എത്തിയാൽ ബംഗാളിൽ നല്ല വിജയം തന്നെയായിരിക്കും ഇന്ത്യ മുന്നണിക്ക് നേടാൻ സാധിക്കുക. എന്തായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ 3 പാർട്ടികൾക്കും ബംഗാളിൽ അതിനിർണായകം തന്നെയാണ്.